അങ്ങനെ ഞാൻ കരുതുന്നില്ല. ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വെർഷൻ അവതരിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ അൻവറിന്റെ വിഷയത്തിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിലും കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ട്. UDF നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം, അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ തീരുമാനപ്രകാരമാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടി നിലമ്പൂരിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്ന, ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവരെ UDF സ്വീകരിക്കാനും UDF ഭാഗമായിട്ട് കൊണ്ടു നടക്കാനും ആർക്കും വിരോധമുണ്ടാവും എന്ന് കരുതുന്നില്ല. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ അൻവറിന്റെ തീരുമാനമാണ്. അൻവറാണ് അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത്. UDF തീരുമാനിച്ച, കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയെ വെല്ലുവിളിച്ചുകൊണ്ട്, ആ സ്ഥാനാർത്ഥിയെ അവഹേളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് UDF വരാൻ കഴിയുക എന്നറിയില്ല. അപ്പോൾ അൻവർ അക്കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള സ്റ്റാൻഡ് സ്വീകരിക്കുകയാണെങ്കിൽ അൻവർ ഞങ്ങളുടെ കൂടെ വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, അത് മുന്നണി പ്രവേശനം സംബന്ധിച്ച ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ടാണല്ലോ ഈ പിന്തുണ സംബന്ധിച്ചും അൻവർ ഒരു കൃത്യമായ ഒരു നിലപാട് അറിയിക്കാത്തത്. അല്ല, ഒരു ഇലക്ഷൻ ആണല്ലോ. ഇപ്പോ ഇലക്ഷന്റെ മുമ്പിൽ നമുക്കിപ്പം അൻവറിന്റെ മുന്നണി പ്രവേശമോ അല്ലെങ്കിൽ അൻവറിന്റെ മറ്റു തരത്തിലുള്ള ഭാവി രാഷ്ട്രീയത്തെ കുറിച്ചുള്ള എന്തെങ്കിലും അഷ്വറൻസോ അല്ലല്ലോ. നമ്മൾ ഇലക്ഷൻ പ്രചരണത്തിലേക്ക് കടന്നല്ലോ. UDF ഈ ഘട്ടത്തിൽ ഒരു മേൽക്കൈയുണ്ട്. കാരണം LDF BJPക്കും ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ നിലയിൽ പ്രചരണ രംഗത്ത് മറ്റ് രണ്ട് മുന്നണികളെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് UDF അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ പിന്തുണയ്ക്കുക, അതിനോട് പോസിറ്റീവായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെ UDF ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ചേക്കേറാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ചെയ്യേണ്ട ഒരു കാര്യം. ആ സമയത്ത് പാർട്ടിയെയും മുന്നണിയെയും ഗൺ പോയിന്റിൽ നിർത്തി എന്റെ തീരുമാനം അംഗീകരിച്ചാലേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം, അത് ഒരു പോസിറ്റീവ് രാഷ്ട്രീയമല്ല. അൻവർ ഒരു പോസിറ്റീവ് രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ട് കടന്നു വരണം എന്നുള്ളതാണ് നമുക്കൊക്കെ ആഗ്രഹിക്കാനുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇപ്പോഴുള്ള ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി വലിയ രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്നവരും, ഓരോ ദിവസം രാവിലെ വൈകുന്നേരം തിരിച്ചു മറിച്ച് പറയുന്നതുകൊണ്ടുകൂടി അദ്ദേഹത്തിന്റെ ആ ക്രെഡിബിലിറ്റി കുറയുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് തിരിച്ചറിയാം. കെ സുധാകരൻ പറയുന്നു ഘടകകക്ഷികൾക്ക് ആർക്കും എതിർപ്പില്ല TMC ഘടകകക്ഷിയായി UDF കൊണ്ടുവരുന്നതിന് എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ആർക്കാണ് പ്രശ്നം? TMC എന്ന് പറയുന്നത് ഒരു ദേശീയ പാർട്ടിയാണല്ലോ. അവിടെ ബംഗാളിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം. ആ ബംഗാളിൽ അവർ കോൺഗ്രസ് മുന്നണിയുടെ ആ നിലയിലുള്ള ഭാഗമല്ല അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ. എന്നാൽ ദേശീയ തലത്തിലാണെങ്കിൽ അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ ആ നിലയിലുള്ള തീരുമാനങ്ങളൊക്കെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം കൂടി ഇടപെട്ടുകൊണ്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് TMCയുമായി നേരിട്ടൊരു സഖ്യം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലെന്നാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. എന്നാൽ വിശാലാർത്ഥത്തിൽ അവർ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് നിൽക്കുന്ന പാർട്ടിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും രണ്ട് ഭാഗത്തുള്ളത് കൊണ്ട് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ കൂടി അറിവോടുകൂടിയും സമ്മതത്തോടു കൂടിയാണ്. അതല്ലാതെ കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് മാത്രമാണ് ഇതിനെ എതിർക്കുന്നത് എന്ന് പറയുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, 5 മാസമായല്ലോ ഈ മുന്നണി പ്രവേശനം തേടി അൻവർ കത്ത് നൽകിയിട്ട്, ഇനിയും തീരുമാനമെടുക്കാറായില്ലേ ശ്രീ VT ബൽറാം? അതിനിടയിൽ അൻവറിന്റെ തന്നെ നിലപാടുകൾ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അദ്ദേഹം ഈ ചാഞ്ചാട്ടൊന്ന് നിർത്തണം. അദ്ദേഹം തന്നെ പറഞ്ഞത് എന്താ, ഇത് പിണറായിസത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയും, അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളാണ്, എന്റേതല്ല, ആ രണ്ട് തെറ്റായ പ്രവണതകൾക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു പോരാട്ടത്തിൽ ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അൻവറിനൊരു ക്ലാരിറ്റി വേണമല്ലോ. അത് UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളൊരു നിലപാടായിരിക്കണം അൻവർ സ്വീകരിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു UDF സ്ഥാനാർത്ഥി ഓൾറെഡി പ്ലേസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതിലിനി തർക്കമില്ല, അതിനി ചർച്ചയില്ല. ആ സ്ഥാനാർത്ഥി പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ആ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹം നാളുകളിലും UDF നിൽക്കും എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് അത് മാറും. അങ്ങനെ അൻവർ UDF നിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അൻവർ എന്ന് പറയുന്ന വ്യക്തിയായിട്ടോ അൻവർ ഇപ്പോൾ ചേർന്നിട്ടുള്ള TMC എന്ന് പറയുന്ന പാർട്ടിയായിട്ടോ ഏത് നിലയിലാണ് അദ്ദേഹത്തെ UDF സഹകരിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് UDF നേതൃത്വത്തിന് ഒരു സമവായത്തിലെത്താൻ സാധിക്കും. അതല്ലാതെ അൻവർ പുറത്തു നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വിലപേശൽ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് ശരിയല്ല. അല്ല, ഇവിടെ എന്തുകൊണ്ടായിരിക്കാം കെ സുധാകരൻ അങ്ങനെ ഒരു പരസ്യ നിലപാട് എടുക്കുന്നുണ്ടാവുക? നേരത്തെ അദ്ദേഹത്തിന് സ്ഥാനം ഒഴിയേണ്ടി വന്നതിന്റെ അതൃപ്തി കൂടിയൊക്കെ ആയിരിക്കുമോ ഇങ്ങനെ പ്രതിഫലിച്ചിട്ടുണ്ടാവുക?
ശ്രീ കെ സുധാകരൻ ശ്രീ അൻവറുമായിട്ട് നേരത്തെ തന്നെ നല്ല അടുപ്പമുള്ള വ്യക്തിബന്ധമുള്ള ആളാണ്. അൻവർ പണ്ട് കോൺഗ്രസുകാരനായിരുന്ന കാലം തൊട്ട് തന്നെ കെ സുധാകരനുമായിട്ട് അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ കെ സുധാകരനും മറ്റ് നിരവധി ആളുകൾക്കും അൻവർ കോൺഗ്രസിനൊപ്പം UDF-നൊപ്പം നിൽക്കണമെന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പൊ എനിക്കും ആ അഭിപ്രായത്തിൽ വ്യത്യസ്ത ശരി, നന്ദി ശ്രീ വി ടി ബൽറാം.